നഗരത്തിലെ ജലവിതരണം സംബന്ധിച്ച് പ്രശ്നം നിലനിൽക്കുന്നതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ നാളെ നടക്കുന്ന പ്രവേശന നടപടികൾക്ക് മാറ്റമില്ലെന്നും അറിയിപ്പിൽ പറയുന്നു. ഈ വിഷയത്തിൽ മേയറുടെ പ്രതികരണം നോക്കാം. ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നവരെ നമുക്കറിയാം, ഇതിൻ്റെ പമ്പിംഗ് നടന്ന് പൂർണ്ണ സ്ഥലത്തും ഈ വെള്ളം എത്തുന്നത് വരെയുള്ള സമയത്ത് അവസാനത്തെ പരാതി വരെ പരിഹരിക്കുന്ന ആ സമയം വരെ നഗരസഭ ഈ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ള സർവീസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മേയറുടെ ഔദ്യോഗിക നമ്പറിലും അതുപോലെ തന്നെ നേരത്തെ നൽകിയിട്ടുള്ള കൺട്രോൾ റൂമിൻ്റെ നമ്പറിലും 2 നമ്പറിലും ജനങ്ങൾക്ക് വിളിക്കുകയും അവിടേക്ക് വെള്ളം എത്തിച്ചു നൽകുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ കൂടി നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഇനി ഈ പരാതി അവസാനമായി പരിഹരിക്കുന്നവരെ വെള്ളം പൂർണ്ണമായി പമ്പിംഗ് ആരംഭിച്ച് പൂർണ്ണമായി എത്തുന്നതുവരെയുള്ള പരാതികൾ പരിഹരിക്കാൻ ഈ സംവിധാനം തുടരുന്നതിനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിഷയമുണ്ടായതിനു ശേഷം ഒരു ഏകോപന പിഴവും ഉണ്ടായിട്ടില്ല. പക്ഷേ വിഷയം ഉണ്ടാകാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്, പ്രത്യേകിച്ചും നമുക്കറിയാം ഇത്ര തന്നെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഒരു സ്ഥലമാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. പെട്ടെന്ന് സംവിധാനങ്ങൾ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഇടമാണ്. ഇത്തരം പ്രശ്നങ്ങൾ 48 മണിക്കൂറിൽ നമ്മളൊരു പ്രവൃത്തി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഏതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ അത്തരമൊരു